ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു CS ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് പോർഷൻ, അതായത് ബേസിക് ഓപ്പറേഷൻ കോൺസെപ്റ്റ്സ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബേസിക് ഓപ്പറേഷണൽ കോൺസെപ്റ്റ്സ്, അതിൽ ആക്ടിവിറ്റീസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് ഗവേൺഡ് ബൈ ദി ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിൽ എന്ത് ആക്ടിവിറ്റീസ് ഉണ്ടോ അതെല്ലാം ഗവേൺ ചെയ്യപ്പെടുന്ന എന്താണ്, ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ്. ഓൾറൈറ്റ്, ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കമാൻഡ്സ്, നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സ് ആണ് കമ്പ്യൂട്ടറിൽ എന്തെങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ള കാര്യം. റൈറ്റ്, നൗ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൂടുമ്പോഴാണ് അതൊരു പ്രോഗ്രാമായി മാറുന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. നമ്പർ 2, to perform a given task, an appropriate program consisting of a list of instruction is stored in the memory. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ, നമ്മുടെ മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറിയിൽ നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാവും. പ്രോഗ്രാമിൽ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന്റെ സ്റ്റോർഡ് ആയിരിക്കും. റൈറ്റ്, ഈ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാസ്ക് ചെയ്യുന്നത്. ഓൾറൈറ്റ്, നമ്പർ 3, processor is the component responsible for executing these instructions and the operation specified in these instructions. Right, now ഈ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്, പ്രോസസ്സർ ആണ്. വീണ്ടും മനസ്സിലാക്കാൻ ശ്രമിക്കാം, ഒരു കാര്യം ചെയ്യുന്നത് ആരാണ്, ഇൻസ്ട്രക്ഷൻസിലൂടെയാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എവിടെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക, മെമ്മറിയിലായിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക. അപ്പൊ ആ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് പറയും, പ്രോഗ്രാം പറയും. റൈറ്റ്, ആ പ്രോഗ്രാമിന് നമ്മൾ എവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, പ്രോസസ്സറിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ചെയ്യുന്നത്. റൈറ്റ്, ഇത്രയും കാര്യം നമ്മൾ നോക്കി. നൗ ഇനി ഇതിനകത്ത് യു ക്യാൻ സി ഒരു സബ് പോയിന്റ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ആർ ബ്രോട്ട് ഫ്രം ദ മെമ്മറി ഇൻ ടു ദ പ്രോസസ്സർ വിച്ച് ദെൻ എക്സിക്യൂട്ട്സ് ദി സ്പെസിഫൈഡ് ഓപ്പറേഷൻ. ക്വൈറ്റ് ക്ലിയർ. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ എങ്ങോട്ട്, എവിടെ നിന്ന് കൊണ്ടുവരും, മെമ്മറിയിൽ നിന്നും പ്രോസസ്സറിലോട്ട് കൊണ്ടുവരും. വിച്ച് ദെൻ എക്സിക്യൂട്ട്സ് ദി സ്പെസിഫൈഡ് ഓപ്പറേഷൻസ്. നൗ ഡേറ്റ ടു ബി യൂസ്ഡ് ആസ് ഓപ്പറൻസ് ആർ ഓൾസോ സ്റ്റോർഡ് ഇൻ ദി മെമ്മറി. നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ സപ്പോസ് I1 ഇൻസ്ട്രക്ഷനിൽ എന്തുണ്ടാവും, ഇത് മൊത്തം, ഈ ഒരു ഫുൾ ഇൻസ്ട്രക്ഷൻ മൊത്തം എവിടെ ആയിരിക്കും, മെമ്മറിയിലായിരിക്കും സ്റ്റോർഡ് ആയിരിക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷന്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യണം, ആ ഡേറ്റ അതും എവിടെ ആയിരിക്കും, നമ്മുടെ മെമ്മറിയിൽ തന്നെ ആയിരിക്കും. റൈറ്റ്, സോ നമ്മുടെ ഇൻസ്ട്രക്ഷനും ആ ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന ഡേറ്റയും എവിടെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക, മെമ്മറിയിൽ തന്നെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക. നൗ അത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് മൊത്തം ആഡ് ലൊക്കേഷൻ A,R0 എന്ന് പറയുന്ന മൊത്തം കാര്യം എന്താണ്, ഇത് ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. നൗ ഈ LOC എന്ന് പറഞ്ഞാൽ എന്താ, ലൊക്കേഷൻ ആണ്. ഒരു മെമ്മറിയിലുള്ള ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ആണ്. റൈറ്റ്, LOCA. റൈറ്റ്, ഈ മെമ്മറിയുടെ ഉള്ളിലുള്ള ഈ ലൊക്കേഷന്റെ ഉള്ളിൽ എന്താണ് സ്റ്റോർഡ് ആയിരിക്കുന്നത്, ഒരു, അല്ലെങ്കിൽ എന്താ അതിന്റെ ഉള്ളിലുള്ള ഒരു ഓപ്പറാൻഡ് ആണല്ലോ, ഒരു ഡേറ്റ ആണുള്ളത്. റൈറ്റ്, സപ്പോസ് 5. റൈറ്റ്, നൗ R0 എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു രജിസ്റ്റർ ആണ്. സോ R0 എന്താണ്, നമ്മുടെ CPU രജിസ്റ്റർ, നമ്മുടെ പ്രോസസ്സറിന്റെ ഉള്ളിലത്തെ ഒരു രജിസ്റ്റർ ആണ്, ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ആണ്. ആ R0 എന്താണ്, അതിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ഓപ്പറാൻഡ് ഉണ്ട്. സപ്പോസ് ആ ഓപ്പറാൻഡ് 10 ആണെന്ന് വിചാരിക്കുക. റൈറ്റ്, നൗ ഇതെന്താ പറയുന്നത്, ഈ ഇൻസ്ട്രക്ഷൻ എന്താ മീൻ ചെയ്യുന്നത്, ലൊക്കേഷൻ എയിലുള്ള ഓപ്പറാൻഡും അതുപോലെ R0യിലുള്ള ഓപ്പറാൻഡും കൂടെ ആഡ് ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം, R0യിലോട്ട് തന്നെ ഇടണം. വീണ്ടും പറയാം, ലൊക്കേഷൻ A എന്ന് പറയുന്ന ലൊക്കേഷൻ എന്തുണ്ട്, ഒരു ഓപ്പറാൻഡ് ഉണ്ട്. ആ ഓപ്പറാൻഡ് എടുക്കുക, R0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഒരു ഓപ്പറാൻഡ് ഉണ്ട്, അതും എടുത്തിട്ട് അത് രണ്ടും ആഡ് ചെയ്തിട്ട് എവിടെ കൊണ്ടിടണം, R0യിൽ തന്നെ ഇടണം. റൈറ്റ്, അതാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്ന ഈ പോയിന്റ്. അതാ പറഞ്ഞിരിക്കുന്നത്, എന്താ പറഞ്ഞത്, ദി ആഡ്സ് ദി ഓപ്പറൻഡ് അറ്റ് മെമ്മറി ലൊക്കേഷൻ LOCA to the operand in a register in the processor R0 and places the sum into register R0. Now I have to ഇത് ഒരു വീണ്ടും ഞാൻ റീക്യാപ്പ് ചെയ്യാം. നമ്മുടെ ആഡ് R0 ഇതെന്താണ്, ഇത് മൊത്തം ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. സപ്പോസ് I1 ആണ് ഇൻസ്ട്രക്ഷൻ. ഈ ഇൻസ്ട്രക്ഷൻ എവിടെ സ്റ്റോർഡ് ആയിരിക്കുന്നത്, ഒരു മെമ്മറി ലൊക്കേഷനിലാണ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ആയിരിക്കുന്നത്. റൈറ്റ്, I1 ഇതിനൊരു അഡ്രസ് ഉണ്ടാവും. റൈറ്റ്, സോ ഇവിടെ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഈ മൊത്തം ഇൻസ്ട്രക്ഷൻ ഇതുപോലെ സ്റ്റോർഡ് ആയിരിക്കും. റൈറ്റ്, ഈ മൊത്തം ഇൻസ്ട്രക്ഷൻ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരും, പ്രോസസ്സറിലോട്ട് കൊണ്ടുവരും. റൈറ്റ്, ഈ പ്രോസസ്സറിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം മനസ്സിലാവുന്നത് എന്താണ്, ഇത് ബേസിക്കലി മീൻ ചെയ്യുന്ന എന്താണ്, രണ്ട് വാല്യൂസിന് ആഡ് ചെയ്യണം. ആദ്യത്തെ വാല്യൂ, അതിനെ നമ്മൾ ഓപ്പറാൻഡ് എന്ന് കൂടെ പറയും. ആ വാല്യൂ എവിടെ കിടക്കുന്നത്, ലൊക്കേഷൻ A. ലൊക്കേഷൻ A എന്താണ്, അതും മെമ്മറിയിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്.
റൈറ്റ്. സോ ലൊക്കേഷൻ എ എവിടെയാണ് കിടക്കുന്നത്? മെമ്മറിയിലാണ് കിടക്കുന്നത്. റൈറ്റ്. സോ ഫസ്റ്റ് ഓപ്പറൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് വാല്യൂ എവിടെ കിടക്കുന്നത്? മെമ്മറി. ഇതിനെ നമ്മൾ ഡേറ്റ എന്ന് പറയും. അതാണ് നമ്മൾ പറയുന്നത് ഇൻസ്ട്രക്ഷനും അതിന് യൂസ് ചെയ്യാനുള്ള ചില ഡേറ്റാസും എവിടെ ആയിരിക്കും? മെമ്മറിയിൽ തന്നെ ആയിരിക്കും. റൈറ്റ്. പക്ഷെ രണ്ടാമത്തെ ഓപ്പറാൻഡ് എവിടെയാണ്? പ്രോസസ്സറിന്റെ ഉള്ളിലത്തെ രജിസ്റ്ററിലാണ് അടുത്ത ഓപ്പറാൻഡ് കിടക്കുന്നത്. റൈറ്റ്. അപ്പൊ ഈ ഓപ്പറേഷൻ, ഈ ഇൻസ്ട്രക്ഷൻ എന്താ പറയുന്നത് നമ്മുടെ അടുത്ത്? ഇത് രണ്ടും എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് റിസൾട്ട് എവിടെ തന്നെ വെക്കണം? നമുക്ക് R0 തന്നെ കൊണ്ടേ ഇടണം. ഇതാണ് മീൻ ചെയ്യുന്നത്. റൈറ്റ്. So the original contents of location LOCA are preserved, right? So നമ്മുടെ എന്താണ്, നമ്മുടെ ഈ ലൊക്കേഷൻ എയിലുള്ള കാര്യം മാറത്തില്ല. റൈറ്റ്. സപ്പോസ് ലൊക്കേഷൻ എയിൽ എന്തുണ്ട്? 5 ഉണ്ട്, അത് മാറത്തില്ല. ഏതാണ് മാറാൻ പോകുന്നത്? R0, പ്രോസസ്സറിലുള്ള R0 ആണ് മാറാൻ പോകുന്നത്. റൈറ്റ്. കാരണം R0 10 ആണ് ഇനീഷ്യലി എങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഇതിൽ തന്നെ ഓവർ റൈറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടന്റ് ഓഫ് R0 are over written. The instruction requires the performance of several steps. ഏതൊക്കെ? ഫസ്റ്റ്, the instruction is fetched from, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ എവിടെ ആയിരിക്കും? ഇതിന്റെ ഉള്ളിൽ. റൈറ്റ്. ഇൻസ്ട്രക്ഷൻ ഇതിന്റെ ഉള്ളിൽ ആഡ് LOCA, R0. റൈറ്റ്. അതിന് നമ്മൾ എടുത്തുകൊണ്ട് ഫെച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ട് കൊണ്ടുവരണം? പ്രോസസ്സറിലോട്ട് കൊണ്ടുവരണം. റൈറ്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത്, ദ ഓപ്പറന്റ് അറ്റ് LOCA. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അതിൽ ഫസ്റ്റ് ഓപ്പറന്റ് എവിടെയാണ്? അതും മെമ്മറിയിലാണ് കിടക്കുന്നത്. അപ്പൊ അതിനെയും ഫെച്ച് ചെയ്തോട്ട് എങ്ങോട്ട് കൊണ്ടുവരണം? നമ്മുടെ പ്രോസസ്സിലോട്ട് കൊണ്ടുവരണം. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്താണ്? ദ ഫെച്ച്ഡ് ഓപ്പറന്റ് മസ്റ്റ് ബി ആഡഡ് ടു ദി കണ്ടന്റ് ഓഫ് R0. ഈ ഫെച്ച് ചെയ്ത കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ്സറിലുള്ള R0 വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആഡ് ചെയ്യണം. റൈറ്റ്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ദ റിസൾട്ടിങ് സം ഈസ് സ്റ്റോർഡ് ഇൻ രജിസ്റ്റർ R0. റിസൾട്ട് കിട്ടുന്നത് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണം? R0 തന്നെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനിൽ ചെയ്യുന്നത്. ഓൾറൈറ്റ്. നൗ ഇനി ഒരു ഫിഗർ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സമയത്തേക്ക് ബേസിക്കലി എങ്ങനെയാണ് നടക്കുന്നത്. റൈറ്റ്. ഇതാണ് നമ്മുടെ ഫിഗർ. റൈറ്റ്. യു ഹാവ് ടു സീ ദാറ്റ് ഇവിടെ ഇതെന്താണ്? ഇത് മൊത്തം ഈ കാണുന്ന ഈ ബോക്സ് മൊത്തം എന്താണ്? പ്രോസസ്സറാണ്. ഇത് നമ്മുടെ ജനറൽ പർപ്പസ് രജിസ്റ്റർ ആണ്. റൈറ്റ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. റൈറ്റ്. ഇത് സ്പെഷ്യൽ രജിസ്റ്റർ. ഇത് ഇത്രയും സ്പെഷ്യൽ രജിസ്റ്റേഴ്സ് ആണ്. റൈറ്റ്. ഇതെന്താ? നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഇത് നമ്മുടെ ALU യൂണിറ്റ് ആണ്. റൈറ്റ്. സോ ഇത് മൊത്തം ഇത് മൊത്തം എന്താണ്? നമ്മുടെ പ്രോസസ്സർ ആണ്. റൈറ്റ്. ഓൾറൈറ്റ്. ഇതെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഒരു മെമ്മറിയിൽ നിന്നും നമ്മൾ എന്താണ് ഇൻസ്ട്രക്ഷൻ എങ്ങനെ ഫെച്ച് ചെയ്തുകൊണ്ട് വരും, അത് ആദ്യം എവിടെ പോകും, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. ഓൾറൈറ്റ്. നൗ യു ക്യാൻ സീ MAR ഒരു യൂണിറ്റ് ഡയറക്ഷൻ ആണ് പോയിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ 2 ഡയറക്ഷൻ കൊടുക്കുന്നത്. MAR എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. റൈറ്റ്. ഇവിടെ യൂണിറ്റ് ഡയറക്ഷൻ ആരോ കാണുന്നുണ്ട്. ഇവിടെയും ബൈ ഡയറക്ഷണൽ ആരോ കാണുന്നുണ്ട്. ഇവിടെ മാത്രം യൂണിറ്റ് ഡയറക്ഷൻ ആരോ കാണുന്നുണ്ട്. ഓൾറൈറ്റ്. ഏറ്റവും ആദ്യം എന്താണ് നമ്മൾ ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒരു പോയിന്റ്സ് വെച്ച് നമുക്ക് നോക്കാം. ദ പ്രോസസർ യൂണിറ്റ് ഈസ് യൂഷ്വലി VLSI വെരി ലാർജ് സ്കെയിൽ ഇൻഡെക്സ് രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ക്യാഷ് യൂണിറ്റ്സ് ഓഫ് ദ മെമ്മറി ഹയറാർക്കി കണ്ടെയ്ൻഡ് ഓൺ ദ സെയിം ചിപ്പ്. ഓൾറൈറ്റ്. നൗ ഏതൊക്കെ കാര്യങ്ങളുണ്ട്? അഡീഷണൽ ALU CO അല്ലാതെ ഏതൊക്കെ സ്പെഷ്യൽ രജിസ്റ്റേഴ്സ് ഉണ്ട്? ഒന്ന് IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, രണ്ടാമത്തെ PC പ്രോഗ്രാം കൗണ്ടർ, മൂന്നാമത്തെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, നാലാമത്തെ മെമ്മറി ഡേറ്റ രജിസ്റ്റർ, ആൻഡ് വി ഹാവ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഇതെന്താണ്? ഒരു ഫയലാണ് രജിസ്റ്റേഴ്സിന്റെ. ഒരുപാട് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. രജിസ്റ്റേഴ്സ് എന്താണ്? സ്മോൾ യൂണിറ്റ് ഓഫ് മെമ്മറി ആണ്. പ്രോസസ്സറിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന മെമ്മറി യൂണിറ്റ് ആണ്. ഇതെല്ലാം പ്രോസസ്സറിന്റെ ഉള്ളിൽ കിടക്കുന്ന ചെറിയ മെമ്മറി യൂണിറ്റ്സ് ആണ് ഈ രജിസ്റ്റേഴ്സ് എല്ലാം. ഔട്ട്സൈഡ് മെമ്മറി എന്താ? ഇതാണ്. ഇതിനകത്ത് നമുക്ക് മെയിൻ മെമ്മറി ഉണ്ട്, സെക്കൻഡറി. ഇതെല്ലാം നമ്മൾ നേരത്തെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയതാണ്. ഓൾ റൈറ്റ്. നൗ മൂവിങ് ഫർദർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്താണ്? നമുക്കറിയാം. ഏറ്റവും ആദ്യം നമ്മളറിയാം നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് എവിടെയായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? നമ്മുടെ മെമ്മറിയിലാണ്. അവിടെ നിന്ന് ഫെച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടുവരും, അല്ലേ? Right. So the instruction register holds the instruction that is currently being executed. അപ്പൊ നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ആ ഇൻസ്ട്രക്ഷൻ എവിടെ ഏറ്റവും ആദ്യം പോവുക? IR-ലോട്ടാണ് പോവുക. ഓൾറൈറ്റ്. നമുക്കത് നോക്കാം അതെങ്ങനെയാന്നുള്ള കാര്യം. റൈറ്റ്. നൗ ആദ്യം IR-ലോട്ടല്ല പോകുന്നത്, ആദ്യം വേറൊരു സ്ഥലത്തോട്ടാണ് പോകണം. പക്ഷെ IR-ൽ എന്താ കിടക്കുന്നത്? നമ്മുടെ ഇപ്പൊ നമ്മൾ ഫെച്ച് ചെയ്തുകൊണ്ട് വന്ന ഇപ്പൊ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ, ഇപ്പൊ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എവിടെ ആയിരിക്കും? നമ്മുടെ IR-ലായിരിക്കും. IR-ൽ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ഒക്കെ ചെയ്യുന്നത്. ഓൾ റൈറ്റ്. നൗ
So its output is available to the control circuit, which generates the timing signals that control the various processing elements involved in the executing the instruction. അതായത് ഈ IR ആണ് നമുക്ക് എന്താണ് ഇത് ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ കൺട്രോൾ സിഗ്നൽ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യും. നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ മെമ്മറിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കണം, ചില കാര്യങ്ങൾ നമ്മൾ എന്താണ് മെമ്മറിയിലോട്ട് നോക്കണം. ഈ കാര്യങ്ങൾ എന്താണ് ഇത് നമ്മൾ കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ടായിരിക്കും ഇതെല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ വാട്ട് വി നീഡ് ടു ഡു, IR നമുക്ക് ഓപ്പൺ ചെയ്ത് തരും എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ ഉള്ളത്, അതിനനുസരിച്ച് കൺട്രോൾ എന്ത് ചെയ്യും, അതിനെ കോർഡിനേറ്റ് ചെയ്യും. റൈറ്റ്. പ്രോഗ്രാം കൗണ്ടർ എന്താണ്? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും മെമ്മറി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അതായത് നമുക്കറിയാം മെമ്മറിയിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഒരു ഇൻസ്ട്രക്ഷൻ ആദ്യം ഫെച്ച് ചെയ്തുകൊണ്ട് വന്നു, റൈറ്റ്. അത് നമ്മൾ ആദ്യം IR-ലോട്ടല്ല വരുന്നത്, അത് നമുക്ക് നോക്കാം. IR-ൽ എന്താ കിടക്കുന്നത്? നമ്മുടെ IR-ൽ നമ്മുടെ ആ ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്ന ഇൻസ്ട്രക്ഷൻ പോകുന്ന സ്ഥലമാണ്, റൈറ്റ്. ഇവിടെ ആ ഇൻസ്ട്രക്ഷൻ എവിടെ ഇരിക്കും? IR എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഇരിക്കും, റൈറ്റ്. നൗ ഇനി PC എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഫെച്ച് ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് വേണ്ട എന്താണ്? അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ്. സോ അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്, റൈറ്റ്. ആ അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് എവിടെ ആയിരിക്കും? PC-യിലായിരിക്കും, റൈറ്റ്. കാരണം നമ്മൾ ഇത് ചെയ്തുകൊണ്ട് കറണ്ട് ഇൻസ്ട്രക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. കറണ്ട് ഇൻസ്ട്രക്ഷൻ ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് അത് ചെയ്ത് തീരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം? അടുത്ത ഇൻസ്ട്രക്ഷൻ കൂടെ നമുക്ക് ഫെച്ച് ചെയ്യണം, റൈറ്റ്. സോ ആ അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് എവിടെ ആയിരിക്കും? പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും. സോ ഇറ്റ് കണ്ടെയ്ൻസ് ദ മെമ്മറി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ്, റൈറ്റ്. Now it keeps the track of the execution of a obviously നമ്മൾ എന്താണ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പ്രോഗ്രാം കൗണ്ടറിൽ സപ്പോസ് ഈ പർട്ടിക്കുലർ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ആണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ രണ്ടെണ്ണം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി മൂന്നാമത്തെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദിസ് വേ ഇറ്റ് കീപ്സ് ട്രാക്ക് ഓഫ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. Now during the execution of an instruction, the contents of the PCs are updated to correspond to the address of the next instruction to be executed. ഇതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ നമ്മൾ എന്താണ് സപ്പോസ് I1 I2 I3 ഇത്രയും 3 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത് മൂന്നും ഒരു പ്രോഗ്രാം ആണ്, റൈറ്റ്. സോ I1 ഇൻസ്ട്രക്ഷൻ ഞാൻ ഫെച്ച് ചെയ്തിട്ട് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ PC-യിൽ എന്തായിരിക്കും? അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പോയിരിക്കണം, റൈറ്റ്. സോ എന്താ ചെയ്യുന്നത്? സോ അടുത്ത ഇൻസ്ട്രക്ഷൻ I1 കഴിഞ്ഞിട്ട് സപ്പോസ് I1 1000-ലാണ്, I2 1008-ലാണ്. സോ 1008 എവിടെ പോയിരിക്കണം? PC-യിൽ പോയിരിക്കണം, റൈറ്റ്. ദ കണ്ടന്റ് ഓഫ് ദ PC ആർ അപ്ഡേറ്റഡ് ടു കറസ്പോണ്ട് ടു ദി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ട്. സോ ബേസിക്കലി 1000 എന്ന് പറഞ്ഞ അഡ്രസ്സിൽ കിടക്കുന്ന ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കും? I2 അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് എവിടെ പോയിരിക്കും? PC-യിൽ പോയിരിക്കും. തന്നെ അത് നടക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് IR-ഉം PC-യും, റൈറ്റ്. നൗ അഗൈൻ ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് ക്ലിയർ. നമ്മൾ ആദ്യം നമ്മുടെ ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ ആദ്യം പോകുന്ന IR-ലായിരിക്കില്ല. IR ഹോൾഡ്സ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ബീങ് കറന്റ്ലി എക്സിക്യൂട്ടഡ്, റൈറ്റ്. സോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവൻച്വലി IR-ൽ വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആ ഇൻസ്ട്രക്ഷൻ എന്താന്നുള്ള കാര്യം നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്, റൈറ്റ്. നൗ PC points to the next instruction that is to be fetched. The same point തന്നെയാണ് വീണ്ടും ഇവിടെ പറയുന്നത്. Now general purpose registers എന്താണ്? അതെന്തും ആവും, റൈറ്റ്. സോ യു ക്യാൻ സി R0 to Rn-1 that means n registers are there which are general purpose registers. MAR എന്താണ്? Memory address register, right. That means MAR holds the address of the location to be accessed, right. So നമ്മൾ എന്താണ് നമ്മുടെ മെമ്മറിയിൽ നമ്മൾ എന്താണ് സപ്പോസ് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ ആക്സസ് ചെയ്യണമല്ലോ, റൈറ്റ്. സോ പ്രോസസർ ഇതിനു വേണ്ടി നമ്മൾ ഫെച്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എന്താണ് സിഗ്നൽ കൊടുക്കണം, റൈറ്റ്. സോ MAR എന്താണ്? MAR-ലാണ് നമ്മുടെ ആ ലൊക്കേഷൻ, ഏത് ലൊക്കേഷനാണ് നമ്മൾ ഡേറ്റ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എടുക്കാൻ പോകുന്നത് അതിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് MAR ചെയ്യുന്നത്, റൈറ്റ്. നൗ MDR എന്ന് പറയുമ്പോൾ എന്താണ്? മെമ്മറി ഡേറ്റ. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് വരുന്ന എന്താണ് ഫെച്ച് ചെയ്തിട്ട് വരുന്നത് ഏറ്റവും ആദ്യം എവിടെ പോകും? MDR-ലോട്ട് പോകും. സോ MDR contains the data to be written into or read out of the address location, right. സോ ഈ ഡേറ്റ ഇവിടെ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത ഡേറ്റ എങ്ങോട്ടേക്ക് വരും? MDR-ലോട്ട്. സോ യു മേ ബി കൺഫ്യൂസ്. അപ്പൊ IR-ൽ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ IR-ലും ഇൻസ്ട്രക്ഷൻ തന്നെയാണല്ലോ. സോ നമ്മൾ കുറച്ചുകൂടെ നിങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് മൊത്തം കാര്യം ക്ലിയർ ആവും. IR-ഉം MDR-ഉം തമ്മിൽ വ്യത്യാസം എന്താണ്? PC-യും MAR-ഉം തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ള കാര്യം, റൈറ്റ്. നൗ ഓപ്പറേഷൻ ഇതെങ്ങനെ, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണുള്ള കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. ദ പ്രോഗ്രാംസ് റിസൈഡ് ഇൻ ദ മെമ്മറി ആൻഡ് യൂഷ്വലി ഗെറ്റ് ദെയർ ത്രൂ ദി
ഇൻപുട്ട് യൂണിറ്റ്. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊരു കഥ പോലെ പറഞ്ഞതിന് ശേഷം നമുക്ക് പോയിന്റ്സ് നോക്കാം, റൈറ്റ്. സോ ഏറ്റവും ആദ്യം എന്താണ് നമ്മൾ ഇൻപുട്ട്, നമ്മൾ കീബോർഡ് വഴിയാണ് നമ്മൾ പ്രോഗ്രാം എഴുതി മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്, റൈറ്റ്. സോ നമ്മൾ എന്ത് ചെയ്തു, മെമ്മറിയിൽ സപ്പോസ് I1 I2 I3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഈസ് കോൾഡ് എ പ്രോഗ്രാം നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പൊ അത് യൂഷ്വലി എങ്ങനെയാ പോകുന്നത്, നമ്മുടെ ഇൻപുട്ട് ഡിവൈസസിലൂടെയാണ് പോകുന്നത്, റൈറ്റ്. നൗ സോ പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻസ് വെൻ ദ PC. അപ്പൊ ഇതെങ്ങനെയാണ് ഈ മൊത്തം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ വായിക്കാൻ പോകുന്ന പ്രോഗ്രാമിന്റെ കാരണം ഇൻസ്ട്രക്ഷൻസ് നമ്മൾ റീഡ് ചെയ്യുവാണല്ലോ. സോ അതിന്റെ ഫസ്റ്റ് അഡ്രസ്, റൈറ്റ്, ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഏറ്റവും ആദ്യം നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും, PC. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിച്ച് വി നീഡ് ടു ഡു, റൈറ്റ്. ദാറ്റ് മീൻസ് ആ ഇൻസ്ട്രക്ഷന്റെ ഫസ്റ്റ് അഡ്രസ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും, PC കൊണ്ടുവയ്ക്കും, റൈറ്റ്. ഓൾ റൈറ്റ്. സോ നമ്മൾ എന്താണ്, നമ്മുടെ ഫസ്റ്റ് അഡ്രസ്, നമ്മുടെ ആ പ്രോഗ്രാമിലെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും, PC കൊണ്ട് വെക്കും. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്, റൈറ്റ്. നൗ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇത് നമുക്കറിയാം ഈ PC ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. സപ്പോസ് I1 സപ്പോസ് I1 അഡ്രസ് 1000 ആണ്, I2 അഡ്രസ് 1002 ആണ്, സപ്പോസ് 1004 ആണ്. ഈ 3 അഡ്രസ്സസ് ആണോ I1 I2 I3 ഉള്ളത്. I1 I2 I3 ചേർന്നിട്ടാണ് നമ്മുടെ പ്രോഗ്രാം ആവുന്നത്, റൈറ്റ്. ഈ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് ഡിവൈസ് വഴി നമ്മൾ മെമ്മറിയിലോട്ട് കൊണ്ടുപോയിട്ടു. ഇനി ഫസ്റ്റ് എന്താണ്, നമ്മുടെ I1 അഡ്രസ് വിച്ച് ഇസ് 1000, അത് PC വരും, റൈറ്റ്. നൗ ഇത് നമുക്ക് ജസ്റ്റ് 1000 മാത്രമേ കിട്ടുള്ളൂ, നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ മൊത്തം ഫെച്ച് ചെയ്തിട്ടില്ല. സോ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ 1000, കാരണം ഈ 1000 നമ്മൾ എന്താണ്, ആ 1000 ആ ഇൻസ്ട്രക്ഷനെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എടുത്തുകൊണ്ട് വരണം. ആ ഇൻസ്ട്രക്ഷൻ എന്ത് വേണമെങ്കിലും ആവും, സംതിങ് ലൈക്ക് ആഡ് LOC, നമ്മൾ നേരത്തെ നോക്കി LOC 0, ഇതൊരു ഇൻസ്ട്രക്ഷൻ ആണ്, റൈറ്റ്. സപ്പോസ് അങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, റൈറ്റ്. സോ ഏറ്റവും നമ്മൾ എന്ത് ചെയ്യും, ആ 1000 നമ്മൾ MAR, ദിസ് ഇസ് സെക്കൻഡ് സ്റ്റെപ്പ്, റൈറ്റ്. 1000 നമ്മൾ MAR നൗ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ PC ആൻഡ് MAR. സോ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലോട്ട് നമ്മൾ നൗ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ അഡ്രസ്സിനെ 1000 ഉള്ളിൽ ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാൻ പോകുന്നത്, right. Now the content of the PC are transferred to the MAR and a read control signal is sent to them. Now ഇവിടെ നമ്മൾ എന്താണ്, MAR നമ്മൾ 1000 ഇട്ടു, at the same time control signal പോയി read this 1000 എന്താണോ ഇൻസ്ട്രക്ഷൻ അതിനെ റീഡ് ചെയ്തിട്ടു, 1000 ഉള്ളിൽ എന്താണോ അതിനെ റീഡ് ചെയ്യുക, right. Now after the memory elapsed, the addressed word is read out of the memory. Now നമ്മൾ എന്ത് ചെയ്തു, ആ I1 നമ്മൾ എടുത്തോണ്ട് വന്ന് എങ്ങോട്ടേക്ക് കൊണ്ട് മെമ്മറി അതിനെ റീഡ് ചെയ്തു. മെമ്മറി നേരെ കൊണ്ടു ഇടാൻ പോകുന്ന എവിടെ ആയിരിക്കും, MDR ഇടാൻ പോകുന്നത്. സോ MDR എന്താണ്, MDR നമ്മുടെ ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ മെമ്മറിയിൽ എന്തായിരുന്നോ ആ ഇൻസ്ട്രക്ഷൻ എടുത്തുകൊണ്ട് നമ്മൾ MDR കൊണ്ടേ ഇട്ടു, റൈറ്റ്. നൗ the contents of the ഇനി ഈ MDR ഇത് ജസ്റ്റ് MDR എന്താ ചെയ്യുന്നത്, മെമ്മറിയിൽ നിന്ന് കിട്ടുന്ന അതുപോലെ തന്നെ എടുത്ത് MDR കൊണ്ടിടുക. ഇനി MDR വേറൊന്നും അറിയത്തില്ല, MDR ഇതിനെ ഡീകോഡ് ചെയ്യാൻ ഇതിന്റെ ഉള്ളിൽ എന്താ കാര്യമൊന്നും നോക്കി മനസ്സിലാക്കാനൊന്നും MDR അറിയത്തില്ല. സോ വാട്ട് വിൽ MDR do, it will straight away give it to IR. Now at this point you may understand the difference between IR and MDR. IR ബേസിക്കലി ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, അതിന്റെ ഉള്ളിലാണ് ഇൻസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത്. സോ MDR ഈസ് ജസ്റ്റ് ദ ഡെലിവറി ഗായ്, റൈറ്റ്. മെമ്മറിയിൽ നിന്ന് വരുമ്പോ ഏറ്റവും ആദ്യം റിസീവ് ചെയ്യുന്ന ആരായിരിക്കും, MDR ആയിരിക്കും. ആ MDR എങ്ങോട്ടേക്ക് കൊടുത്തുവിടും, IR കൊടുത്തുവിടും, ബിക്കോസ് MDR cannot decode it, റൈറ്റ്. സോ IR വരും. IR എന്ത് ചെയ്ത്, ഇൻസ്ട്രക്ഷൻ ഇസ് റെഡി ടു ബി ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ടഡ്, റൈറ്റ്. ഇനി ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇവിടെ വെച്ചിട്ടായിരിക്കും ഡീകോഡ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്. വീണ്ടും നമുക്ക് ഈ സ്റ്റെപ്സ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ പ്രോഗ്രാമിൽ സപ്പോസ് 4-5 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ എന്താണ്, എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, നമ്മുടെ ഫസ്റ്റ് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് അഡ്രസ് എവിടെ ആയിരിക്കും, ആ 1000 എന്ന് പറഞ്ഞ അഡ്രസ് PC ഉണ്ടാവും, റൈറ്റ്. ഈ PC എന്ത് ചെയ്യും, ഈ MAR ആ അഡ്രസ്സിനെ കൊടുക്കും. സോ ദാറ്റ് ആ അഡ്രസ്സിൽ പോയിട്ട് ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി, റൈറ്റ്. സോ MAR എന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ അഡ്രസ്സിനെ ഇവിടെ വെക്കും, റൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ മെമ്മറിയിലോട്ട് നോക്കും. ആ മെമ്മറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൂം, കൺട്രോൾ സിഗ്നൽ അതിനെ റീഡ് ചെയ്യും, റൈറ്റ്. സോ I1 ആ 1000 എന്ത് ഇൻസ്ട്രക്ഷൻ ആവുള്ള ആ ഇൻസ്ട്രക്ഷൻ മൊത്തം എവിടെ വരും, MDR വരും. MDR ഇത് നോക്കി മനസ്സിലാക്കാനുള്ള കഴിവില്ല. സോ അത് എങ്ങോട്ടേക്ക് കൊടുക്കും, IR കൊടുക്കും. IR ഇവിടെ എന്ത് സംഭവിക്കും, അതിനെ ഡീകോഡ് ചെയ്യും, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയും കഥ നമുക്ക് അറിയാം, റൈറ്റ്. ഇനി ഇത് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ
ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്ത് കഴിഞ്ഞു, റൈറ്റ്, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ അത് ചെയ്യണ സമയത്ത് തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ്, നമ്മുടെ 1002 ആണ്. സോ പി സി എന്താവും, തന്നെത്താൻ ഇത് അപ്ഡേറ്റ് ആവും 1002 റൈറ്റ്. എന്നിട്ട് വീണ്ടും ഈ സൈക്കിൾ അപ്ഡേറ്റ് ആവും, റൈറ്റ്. 1002 എങ്ങോട്ടേക്ക്, MAR പോകും. MAR നേരെ പോയിട്ട് I2 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ MDR ഇടും. MDR നോക്കി മനസ്സിലാക്കാൻ നേരെ IR വിടും, റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. Now, in addition to transferring data between memory and the processor, the computer accepts data from the input device and send data to the output device. Now, ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം, റൈറ്റ്. സപ്പോസ് നമ്മൾ add LOCAR0, റൈറ്റ്. നമ്മൾ നേരത്തെ നോക്കിയ ഈ മെമ്മറിയിലുള്ള, ഇതാണ് മെമ്മറിയിലുള്ളതെന്ന് വിചാരിക്കുക, റൈറ്റ്. ഇത് ഒരു 1000 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് സ്റ്റോർ ആയിരിക്കുന്നത്, റൈറ്റ്. സോ 1000 എവിടെ ആയിരിക്കും, ആദ്യം പി സിയിലായിരിക്കും. ഈ 1000 നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും, MAR കൊടുക്കും, റൈറ്റ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൺട്രോൾ സിഗ്നൽ നേരെ 1000 എന്ന അഡ്രസ്സിലോട്ട് പോയിട്ട് ഈ ഇൻസ്ട്രക്ഷൻ തപ്പിയെടുത്തിട്ട് നേരെ MDR ഇടും. MDR അതിനെ IR ഇടും, റൈറ്റ്. എന്നിട്ട് ആ IR ചെയ്യുന്ന സമയത്ത് എന്താ, അടുത്ത പി സിയിലുള്ള 1002 1004 എന്തെങ്കിലും ആയിക്കോട്ടെ, അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും, റൈറ്റ്. നോ IR ഇത് വന്നു, റൈറ്റ്. സോ IR എന്താ ഇപ്പൊ കിടക്കുന്നത്, ആഡ് LOCA, റൈറ്റ്. ഇവിടെ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ LOCA, റൈറ്റ്. LOC എന്ന് പറഞ്ഞാൽ എന്താണ്, വീണ്ടും മെമ്മറിയിൽ ഒരു ലൊക്കേഷൻ ആണ്, റൈറ്റ്. സോ മെമ്മറിയിലുള്ള ലൊക്കേഷന്റെ എന്താണ്, ആ ഡേറ്റ നമുക്ക് വേണം, റൈറ്റ്. സോ നമുക്ക് ഈ ലൊക്കേഷൻ എയിൽ എന്തുണ്ട്, നമ്മുടെ ഡേറ്റ ഉണ്ട്, റൈറ്റ്. R0 നമ്മൾ നേരത്തെ നോക്കിയ പോലെ R0 സപ്പോസ് 10 ഉണ്ട്. ലൊക്കേഷൻ എ സംവെയർ, റൈറ്റ്. ആ സംവെയർ എവിടെയാണ്, മെമ്മറിയിൽ തന്നെയാണ്, റൈറ്റ്. സോ നൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ ഇൻസ്ട്രക്ഷൻ മൊത്തം കിടക്കുന്നത് ഒരു അഡ്രസ് ലൊക്കേഷനിലായിരിക്കും, സപ്പോസ് 1000. പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ലൊക്കേഷൻ A1 അത് ചിലപ്പോൾ 2000 കിടക്കുന്നത്, റൈറ്റ്. സോ IR എന്ത് ചെയ്തു, ഇതിന് ഡീകോഡ് ചെയ്തപ്പോൾ മനസ്സിലായി, ലൊക്കേഷൻ എയിലും നമ്മൾ എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, വീണ്ടും ലൊക്കേഷൻ എന്റെ അഡ്രസ് എവിടെ പോകണം, റൈറ്റ്, MAR പോകണം 2000. ഈ 2000 എന്ത് ചെയ്യും, നമ്മള് മെമ്മറിയിലോട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൺട്രോൾ അഗെയിൻ, റൈറ്റ്. അവിടെ സപ്പോസ് എന്താണ് 5 എന്ന് പറയുന്ന വാല്യൂ ആണ് കിടക്കുന്നത്. ആ 5 എവിടെ വരും, MDR വരും, റൈറ്റ്. നൗ ഈ MDR ഈ 5 IR പോകേണ്ട കാര്യം, കാരണം IR എന്താണ്, ഇൻസ്ട്രക്ഷൻസ് മാത്രമേ നമ്മൾ വെക്കുകയുള്ളൂ, റൈറ്റ്. മെമ്മറിയിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് മാത്രം നമ്മൾ IR കടത്തി വിടുകയുള്ളൂ. ബാക്കി നമ്മുടെ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ALU കടത്തി വിടും, റൈറ്റ്. നൗ ALU എന്ത് ചെയ്യും, ഈ R0 10ഉം ഈ 5ഉം ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, വാല്യൂ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ്, അത് R0 തന്നെ ഇടും, 15, റൈറ്റ്. സോ 10 + 5 becomes 15. സോ ഇതും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, റൈറ്റ്. ഇനി നമുക്ക് എന്താണ്, ഇതിന് നമ്മൾ ജസ്റ്റ് എന്താ ചെയ്തത്, ഇനി നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്, നമ്മൾ നോട്ട് ജസ്റ്റ് മെമ്മറിയിൽ നിന്ന് കുറച്ച് ഡേറ്റ എടുക്കുക മാത്രമല്ല, നമ്മുടെ IO ഡിവൈസസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, റൈറ്റ്. ഇൻ അഡീഷൻ ടു ട്രാൻസ്ഫറിംഗ് ഡേറ്റ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ദ പ്രോസസർ, ദ കമ്പ്യൂട്ടർ അക്സെപ്റ്റ്സ് ഡേറ്റ ഫ്രം ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് സെൻസ് ഡേറ്റ ടു ദി ഔട്ട്പുട്ട് ഡിവൈസസ്. സോ നമ്മുടെ IO ഡിവൈസസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ എടുക്കാനും അങ്ങോട്ട് കൊടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും, റൈറ്റ്. സോ നോർമൽ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം മേ ബി പ്രിഎംപ്റ്റഡ് ഇഫ് സം ഡിവൈസസ് റിക്വയർസ്. നൗ നമ്മുടെ IO ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറിയും പ്രോസസ്സറിനും പുറത്ത് വരുന്ന കാര്യങ്ങളാണ്, റൈറ്റ്. സോ പ്രിന്റർ ആയിക്കോട്ടെ, അതുപോലെ എന്തെങ്കിലും പെരിഫറൽ ഡിവൈസ് നമ്മുടെ CPU നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുവാണെങ്കിൽ, അപ്പൊ അതിന്റെ നോർമൽ ബിഹേവിയറിൽ നിന്നും മാറിയിട്ട് ഒരു കാര്യം വരുവാണ്, അല്ലെ. സപ്പോസ് ഇഫ് ഐ ആം ഡൂയിങ് സർട്ടൻ വർക്ക്, റൈറ്റ്. അപ്പൊ എന്റെ മകള് ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് ഒരു അർജന്റ് കാര്യം വേണ്ടി വന്നു, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ ആ വർക്ക് ഞാൻ വിട്ടിട്ട് ഐ വിൽ ഗോ ആൻഡ് അറ്റൻഡ് ഹർ, റൈറ്റ്. സോ എന്തെങ്കിലും വിഷയം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്, പെട്ടെന്ന് ഒരു എമർജൻസി കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ കാര്യം വിട്ടിട്ട് നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകും, റൈറ്റ്. സോ ഇൻ ദ സിമിലർ ഫാഷൻ CPU മെമ്മറി ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണലി നമ്മൾ എന്തെങ്കിലും സപ്പോസ് പ്രിന്ററിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അർജന്റ് ആയിട്ടുള്ള കാര്യം വന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ റുട്ടീനെ നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ പ്രിന്ററിന് ചെയ്യാൻ പോകും. വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കാം, നമ്മൾ ഫോണിൽ ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്കൊരു കോൾ വരുവാണ്, റൈറ്റ്. സോ എന്ത് സംഭവിക്കും, നമ്മുടെ യൂട്യൂബിൽ വീഡിയോ തന്നെ പോസ് ആവും, റൈറ്റ്. സോ ഇതെന്താണ്, അത് പുറത്തെ ഒരു റിക്വസ്റ്റ് വരുവാണ് വിച്ച് ഇസ് അർജന്റ്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റൂട്ടിൽ നമ്മൾ അവിടെ നിർത്തേണ്ടി വരും, റൈറ്റ്. നൗ
Example, a monitoring device in a computer controlled industrial process may detect a dangerous condition, right? ഇപ്പൊ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ in order to deal with the situation immediately, the normal execution of the current program may be interrupted. Quite straightforward, right? To do this, the device raises an interrupt signal. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, right? So ഡിവൈസ് എന്ന് പറയുമ്പോൾ CPU ന്ന് പുറത്തുള്ള IO ഡിവൈസ് എന്ത് ചെയ്യും, ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ എനേബിൾ ചെയ്യും, റൈറ്റ്? CPU-ലെ ഇന്ററപ്റ്റ് സിഗ്നൽ എന്താക്കി, ഐ വോണ്ട് ടു ഇന്ററപ്റ്റ് യു ബിക്കോസ് എന്താണ്, എനിക്ക് ഒരു അർജന്റ് കാര്യം ചെയ്യണം, സോ പ്ലീസ് ഇത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന റുട്ടീൻ കംപ്ലീറ്റ് ആക്കുക, റൈറ്റ്? സോ ആ ഇന്ററപ്റ്റ് ഈസ് എ റിക്വസ്റ്റ് ഫ്രം ആൻ IO ഡിവൈസ് ഫോർ ദ സർവീസ് ബൈ ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ, റൈറ്റ്? നൗ ദ പ്രോസസർ പ്രൊവൈഡ്സ് ദ റിക്വസ്റ്റഡ് സർവീസ് ബൈ എക്സിക്യൂട്ടിംഗ് ആൻ അപ്രോപ്രിയേറ്റ് ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ. നൗ പ്രോസസറിന് എന്ത് കിട്ടി, ഇന്ററപ്റ്റ് കിട്ടി. പ്രോസസർ എന്ത് ചെയ്യും, ഇൻ ടേൺ പ്രോസസർ പറയും ഓക്കെ ഐ എം ഗോയിങ് ടു ഗിവ് യു ദി റുട്ടീൻ സർവീസ്, റൈറ്റ്? ആ സർവീസ് നമ്മൾ എന്ത് പറയും, ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ എന്ന് പറയും. Now, because such diversions may alter the internal state of the processor, its state must be saved in memory location before servicing the interrupt. Now, വേറൊരു കാര്യം, നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നമ്മളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പുറത്ത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ വിളിച്ചു പുറത്ത് പോകാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബുക്സ് സപ്പോസ് നമ്മൾ 45 പേജ് വരെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പൂട്ടി അടച്ച് ജസ്റ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ്, തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എവിടെ വായിച്ചിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവായിരിക്കും, അല്ലെ? അപ്പൊ അതിനുവേണ്ടി എന്താണ്, ഒരു ബുക്ക് മാർക്കർ നമ്മൾ വെക്കും, റൈറ്റ്? സോ ബുക്ക് മാർക്കർ നമ്മൾ എന്തിനാ വെക്കും, നമ്മൾ വായിച്ചിടത്തോളം നമ്മൾ സേവ് ചെയ്യുവാണ്, റൈറ്റ്? സോ അതുപോലെ തന്നെ ഒരു ഇന്ററപ്റ്റ് പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ CPU എന്ത് ചെയ്യും, CPU ഓക്കെ ഐ എം ഗോയിങ് ടു ഗീവ്, ഞാൻ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ചെയ്യാൻ പോകും, നിങ്ങൾ എന്താണോ ഇന്ററപ്റ്റ് ചെയ്തിരിക്കുന്ന ആ സർവീസ് ഞാൻ ചെയ്യാൻ പോവാണ്. ബട്ട് ബിഫോർ ദാറ്റ് ഞാൻ എന്താണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് അത് ഞാൻ എന്ത് ചെയ്യും, മെമ്മറിയിലോട്ട് ആദ്യം സേവ് ചെയ്യണം, റൈറ്റ്? അതാണ് തേർഡ് പോയിന്റ്. Now, normally the contents of the PC, the general registers and some control information are stored എവിടെ, in the മെമ്മറിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. When the interrupt service routine is completed, the state of the processor is restored so that the interrupted program may continue, right? That means നമ്മുടെ ആ ഇന്ററപ്റ്റ് ചെയ്തിരിക്കുന്ന ആ പ്രോഗ്രാം നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എന്താണോ ചെയ്തിരുന്നത് അതിനെ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ മെമ്മറിയിൽ നമ്മൾ എന്തൊക്കെയാ സ്റ്റോർ ചെയ്തത് അതിനെല്ലാം തിരിച്ചെടുത്തിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങും, റൈറ്റ്? ഇതാണ് നമ്മുടെ ബേസിക് ഓപ്പറേഷണൽ കോൺസെപ്റ്റ്. ആദ്യം നമ്മൾ മെമ്മറിയും പ്രോസസ്സർ നമ്മൾ എങ്ങനെയാണ് ഡേറ്റ എടുക്കുന്നത്, അതുപോലെ തന്നെ IO ഡിവൈസസിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡേറ്റ എടുക്കും, അതിന് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ വഴി നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് നോക്കി. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.